ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ തേങ്ങ അരച്ച മുട്ടക്കറി. അപ്പോൾ സാധാരണ നമ്മൾ തേങ്ങ അരച്ച മുട്ടക്കറി അധികം ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഞാൻ അധികം ഉണ്ടാക്കാറില്ല. എനിക്ക് തേങ്ങ അരച്ച മുട്ടക്കറിയേക്കാൾ മസാല ഉള്ള മുട്ടക്കറിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ തേങ്ങ അരച്ച മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാം, നമുക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ അധികം മസാലകളും ഇല്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു തേങ്ങ അരച്ച മുട്ടക്കറി തയ്യാറാക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ടയ്ക്കായിട്ട് 1.5 മീഡിയം വലിപ്പമുള്ള സവോള എടുത്തിട്ടുണ്ട്, ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ എരിവനുസരിച്ച് എടുക്കാം. ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് വേണം. തേങ്ങ അരച്ച മുട്ടക്കറിയാണല്ലോ, അതുകൊണ്ട് നമുക്ക് തേങ്ങ ചിരവിയത് തന്നെ വേണം. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നമുക്ക് തേങ്ങ ചിരവിയത് എടുക്കാം. 1/2 കപ്പായാലും കുഴപ്പമില്ല. 1/4 കപ്പ് ആകുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ടാകും. നമ്മൾ തിക്നെസ്സിന് വേണ്ടി വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, കാഷ്നട്ടൊന്നും അരച്ച് ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് 1/4 കപ്പ് എന്ന് പറഞ്ഞത്. അത് നമുക്ക് ഈ സവോളയൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും സവോളയും എല്ലാം നമ്മൾ ഒരുമിച്ച് തന്നെ മുറിച്ചെടുക്കാൻ പോവാണ്. അതൊന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും സവോളയും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു റെസിപ്പി ചെയ്യാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ, ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും സവോളയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അല്ലാതെ ബ്രൗൺ കളർ ആവണ്ട, പക്ഷേ ഇഞ്ചിയും പച്ചമുളകും സവോളയൊക്കെ ഒന്ന് കുക്കായി വരണം. സവോളയുടെ കളറൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയി തുടങ്ങണം. അപ്പോൾ ഇത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഈ ഒരു സവോളയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. നമുക്ക് ഈ ഉപ്പ് ചേർത്തത് വഴറ്റാൻ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. നമ്മളിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. 1/2 കപ്പായാലും മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം, നമ്മുടെ വലിയ ജീരകം, ഫെന്നൽ സീഡ്സ് ചേർക്കുക. ഇനി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ പെരിഞ്ജീരകം അരച്ചതാണ് എങ്കിലും ഒരു 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. പൊടികളൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ചെറിയ പുളി വേണമെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴാണ് തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ തക്കാളി ചേർക്കുന്നില്ല കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ തക്കാളി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. മുട്ട ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ അരപ്പും കൂടി ചേർക്കാം. നമുക്ക് ആവശ്യം എത്രയാണോ ഗ്രേവി അതനുസരിച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ തേങ്ങ അരച്ച മുട്ടക്കറി റെഡിയാക്കി എടുക്കാം. എരിവുണ്ടാവും കേട്ടോ നന്നായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, മുളക് പൊടി ചേർക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് നന്നായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചിട്ട് കൊടുക്കുക. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ് ഇത്. തേങ്ങാപ്പാലിലും ഉണ്ടാക്കാം, തേങ്ങ അരച്ചിട്ടും ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ കറി ഒന്ന് ചെറുതായിട്ട് ചൂടായി വരട്ടെ. ഒരുപാട് അങ്ങോട്ട് തിളച്ചു പോകരുത്. ചെറുതായിട്ടൊന്ന് ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ബബിൾസ് വന്ന് തുടങ്ങുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടക്കറി. അപ്പോൾ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുമില്ലല്ലോ. അതുപോലെ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.